നമസ്കാരം ഗൈസ്. യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ജീവനും ശക്തിയും സമ്പത്തും ശാന്തിയും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇറാനിൽ IRGCയുടെ കീഴിൽ നടക്കുന്നത്. ഇറാനിലെ IRGC 12 വയസ്സുള്ള ഇറാനിയൻ ആൺകുട്ടികളെ അവരുടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. താരതമ്യേന വലിയ കരസേനയുള്ള ഇറാൻ എന്തിനാണ് ഇപ്പോൾ 12 വയസ്സുള്ള ബോയ്സിനെ സൈന്യത്തിൽ ചേർക്കാൻ തുടിക്കപ്പെടുന്നത്? ഉത്തരം ഇതാണ് അവരുടെ യുദ്ധതന്ത്രം അല്ലെങ്കിൽ വാർ സ്ട്രാറ്റജി. അമേരിക്കൻ സൈനികർ പോരാട്ടത്തിലുടനീളം ഫേസ് ചെയ്യേണ്ടി വരുന്നത് തങ്ങളുടെ മുന്നിൽ ആയുധവുമേന്തി നിൽക്കുന്ന ഈ കുരുന്നുകളെയാണ്. എന്ത് ചെയ്യണം, കൊല്ലണോ വേണ്ടയോ എന്ന നിസ്സഹായാവസ്ഥയിൽ ചിന്തിച്ചു നിൽക്കുന്ന ആ ഏതാനും സെക്കൻഡുകൾ മതി ആ കുട്ടികൾക്കോ അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പതിയിരിക്കുന്ന മുതിർന്ന ഇറാനി സൈനികർക്കോ അമേരിക്കൻ പട്ടാളക്കാരെ വെടിവെച്ചിടാൻ. സ്ട്രാറ്റജി 2. അമേരിക്കൻ സൈനികർ ഈ കുട്ടിപ്പട്ടാളത്തോട് പോരാടാനും അവരെ ആക്രമിക്കുവാനുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതും ഇറാന് നേട്ടമാണ്. കാരണം തൊട്ടടുത്ത നിമിഷം സോഷ്യൽ മീഡിയ വഴി ടെലിവിഷൻ വഴിയൊക്കെ അമേരിക്കയുടെ ദയയില്ലാത്ത പ്രവൃത്തി, അതായത് കുരുന്നുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മരണ റിപ്പോർട്ടുകളടക്കമുള്ള തത്സമയ വിഷ്വൽസ് കാട്ടുതീ പോലെ പ്രചരിക്കപ്പെട്ടാൽ ആദ്യം ട്രംപിനെതിരെ തിരിയുന്നത് അമേരിക്കൻ ജനത തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് അമേരിക്കൻ ജനതയുടെയും അമേരിക്കൻ മാധ്യമങ്ങളുടെ പാർലമെന്റിന്റെ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പ് നിന്ന് വിയർക്കേണ്ടി വരും. ഇറാൻ ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ ഉദാഹരണമാണ് കുട്ടിപ്പട്ടാളത്തിന്റെ റിക്രൂട്ട്മെന്റ്. ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ഇറാനിയൻ കുരുന്നുകൾ ആലേഖനം ചെയ്യപ്പെടുന്നത്? സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം കാത്തു സംരക്ഷിക്കാൻ രക്തസാക്ഷികളാകാൻ ജനിക്കപ്പെട്ടവരെന്നോ, അതോ IRGCയുടെ യുദ്ധ വിജയത്തിനു വേണ്ടി ചാവേറുകളാകാൻ നിയോഗിക്കപ്പെട്ടവരെന്നോ? എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.